നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്ഥേ മഹാലക്ഷ്മീ നമോസ്തുതേ. സൽപ്പേരിന്നു കൊതിച്ചതില്ലിതുവരെ തേടിയില പിൻവാതിൽ ഞാനൽപ്പം പോലുമധീശ സേവയെ ഗണിച്ചീലെൻ്റെ യാത്രാപഥേ. കൽപ്പേറും പ്രതിബന്ധമൊട്ടതുവഴിക്കേറ്റു മനഃപീഡനം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം, ദ്വിതീയ അധ്യായം. സൂര്യവംശ കഥകളെ വ്യാസൻ പറഞ്ഞു വരുന്ന സമയത്ത് ശര്യാദിയുടെ ചരിതം, അതിൽ അദ്ദേഹത്തിൻ്റെ മകളായ സുകന്യയുടെ കഥയാണ് പറഞ്ഞു വരുന്നത്. താപസികനായിട്ടുള്ള ആ ചവന മഹർഷിയുടെ ശരീരം ചിതൽപ്പുറ്റുകൊണ്ട് മറഞ്ഞിരുന്നു. അതിൽ 2 ദ്വാരങ്ങളിലൂടെ വരുന്ന രശ്മികൾ എന്താണെന്നറിയാൻ ഔത്സുക്കിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുത്രി, ചെറുപ്രായമുള്ള സുകന്യ, മുള്ളെടുത്ത് കുത്തി അത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ടു. കണ്ണുകൾ 2ഉം പൊട്ടി. അതിൽ നിന്നും രക്തം ധാരയായിട്ടൊലിച്ചു. ആ വേദന അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ആ ഭാഗത്തിലേക്ക് പോയ രാജാവിൻ്റെ സൈനികർക്കും മറ്റു ജനങ്ങൾക്കും മലമൂത്ര വിസർജനം ചെയ്യാൻ വളരെ കഷ്ടമുള്ളതായിട്ട് ഭവിച്ചു. രാജാവിനും മന്ത്രിമാർക്കുമെല്ലാം ഇപ്പോൾ ഇതാ സൈനികർക്കുമെല്ലാം മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ആനകൾക്കും ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും എന്ന് വേണ്ട സർവ്വപ്രാണികൾക്കും അപ്പോൾ മലമൂത്ര നിരോധനമുണ്ടായതാ ശര്യാദി വളരെ ദുഃഖിച്ചു. അവരെല്ലാവരും, ദീനരായ എല്ലാവരും രാജാവിനെ കണ്ടു. അവരുടെ ദുഃഖങ്ങളെ ഉണർത്തിച്ചു. ഈ ദുഃഖത്തിന് കാരണമായിട്ടുള്ള സംഭവം എന്താണ് എന്ന് അദ്ദേഹം ആലോചിച്ചു. ചിന്താകുലനായി ഗൃഹത്തിലെത്തിയ രാജാവ് സൈനികരോടും അതുപോലെ ബന്ധുക്കളോടൊക്കെ ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും മരുതാത്ത ദുഷ്കൃതം ചെയ്തുവോ? എന്താണ് സംഭവിച്ചത്? സരസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വനമധ്യത്തിലെ മഹാതപസ്വിയായിട്ടുള്ള ചവനമഹർഷി കഠിനമായിട്ട് തപസ് ചെയ്യുന്നുണ്ട്. അഗ്നിതുല്യം തേജസ്സായ അദ്ദേഹത്തോട് ആരെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തുവോ? അതുകൊണ്ടാണ് ഇതാ ഈ കഷ്ടങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നൊക്കെ രാജാവ് അനുമാനിച്ചു. വൃദ്ധനും തപോധനനും വരിഷ്ഠനും മഹാത്മാവുമായിട്ടുള്ള ഭാർഗവകുലത്തിൽ ജനിച്ചതായിട്ടുള്ള ആ ചവനൻ, അദ്ദേഹത്തിനോട് ആരെങ്കിലും അപരാധം ചെയ്തു കാണും എന്ന് ആണ് എൻ്റെ വിചാരം. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവാം, ചിലപ്പോൾ അറിയാതെ കണ്ടാവാം അപരാധം ചെയ്തത്. പക്ഷേ അതിൻ്റെ പരിണാമഫലമാണ് ഇപ്പോൾ നമുക്കെല്ലാം മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാൻ കഴിയാതെ കണ്ട് കഷ്ടപ്പെടുന്നത്. ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ താപസനെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇപ്പോഴീ ദുഃഖം അനുഭവിക്കുന്നത്. ഇങ്ങനെയെല്ലാം രാജാവ് ശര്യാദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത സൈനികർ പറഞ്ഞു, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ
എന്തെങ്കിലും അപരാധം ചെയ്തതായി ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങളൊന്നും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മഹാതപസ്വിയായിട്ടുള്ള മഹർഷിയെ മനസ്സുകൊണ്ട് പോലും ഞങ്ങൾ നിന്ദിച്ചിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്നും അരുതാത്തതായിട്ടുള്ള ഒരു കർമ്മവും നടന്നിട്ടില്ല ഹേ രാജൻ എന്ന് അവരിതാ പറയുകയാണ്. എന്തായാലും സുകന്യാചരിതം എന്നുള്ളത് ഭാഗവതത്തിൽ അവതരിപ്പിച്ചതിൽ നിന്നും ചെറിയ കുറച്ച് വ്യത്യാസങ്ങളോടുകൂടിയാണ് ദേവി ഭാഗവതത്തിൽ ആ കഥയെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കഥയുടെ താല്പര്യങ്ങളൊക്കെ ഒന്നു തന്നെയാണ്. ചില ഭാഗങ്ങൾ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ താല്പര്യവും ആ കഥയുടെ സാരവും മറ്റുള്ളതെല്ലാം ഒന്നു തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്തായാലും ആ സുകന്യാചരിതം അവസാനിക്കുന്നില്ല. ഇങ്ങനെ രാജാവ് സൈനികരെ വിളിച്ച് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞതോടുകൂടിയാണ് ഈ രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കണത്. ആ സുകന്യാചരിതം വീണ്ടും ഇതാ, അല്ലെങ്കിൽ ആ ശരിയാതി ചരിതം വീണ്ടും ഇതാ അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നു, തൃതീയ അധ്യായത്തിലേക്ക്. ഇന്നിവിടെ തന്നെ നിർത്തി നാളെ മുതൽ നമുക്ക് ആ കഥകളെ തുടർന്നുകൊണ്ട് തൃതീയ അധ്യായം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.